ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടർ എ സിയുടെ ഔട്ട്ഡോർ ഫാൻ മോട്ടർ സ്പീഡ് ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്ക് പോയിട്ട് ചെക്ക് ചെയ്യണം. കാരണം ചില എ സികളിൽ മോഡൽ വരുന്നത് കംപ്രസർ ഡി സി ആണല്ലോ. അപ്പോൾ ചില കമ്പനികൾ ഡി സി ഫാൻ മോട്ടർ കൊടുക്കുന്നുണ്ട്, ചില കമ്പനികൾ ഇപ്പോഴും നമ്മുടെ എ സി ഫാൻ മോട്ടറാണ് കൊടുക്കുന്നത്. ഡി സി ഫാൻ മോട്ടർ ആണെങ്കിൽ നമുക്കറിയാം അത് ബോർഡുമായിട്ട് ഡയറക്റ്റാണ്. എ സി ഫാൻ മോട്ടറും ബോർഡുമായി ഡയറക്റ്റാണ്. പക്ഷേ നമുക്ക് കപ്പാസിറ്റർ വീക്കായാൽ റണ്ണായിട്ട് കപ്പാസിറ്റർ വീക്കായാൽ അതിൻ്റെ സ്പീഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കംപ്രസർ ഹൈ സ്പീഡ് വർക്കാവും. നമുക്കറിയാം നമ്മൾ ടെമ്പറേച്ചർ എത്രയാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് കംപ്രസർ സ്പീഡ് വേരിയേഷനിൽ വർക്കാവും. അഥവാ സ്പീഡ് കൂടിയും സ്പീഡും കുറഞ്ഞൊക്കെ വർക്കാവും. സ്പീഡ് കൂടിയ സമയത്ത് വർക്കാവുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലോ നല്ലപോലെ ആയിരിക്കും, അഥവാ പ്രഷറൊക്കെ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഈ ഫാൻ മോട്ടർ കുറഞ്ഞാണ് സ്പീഡ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നം വരുന്നത് അഥവാ ഹീറ്റ് കൂടിയിട്ട് കണ്ടൻസറിൻ്റെ ഹീറ്റിലോട് കൂടിയിട്ട് ഫാന് സ്പീഡ് കുറഞ്ഞ് വർക്കാവുന്നത് കൊണ്ട് തന്നെ കംപ്രസർ ഓവർലോഡ് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ അഥവാ ഈ കൂളിംഗ് കുറവൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലെ ഔട്ട്ഡോർ ചെക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ എ സി ടെക്നീഷ്യനെ വിളിക്കുക, എന്നിട്ട് ഇതേപോലെ കംപ്ലയിൻറ്റ് ചെയ്യുക. ഞങ്ങളിന്ന് ചെയ്തത് ഇന്ന് സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പി സി ബോർഡ് റിപ്പയർ ചെയ്യുന്ന ആൾ ലീവായിരുന്നു. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഫാൻ മോട്ടർ 4 MFD ആണ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ പി സി ബോർഡ് ഊരി എന്നിട്ട് ഞങ്ങൾ ഈ സ്റ്റെബിലൈസറൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനിലായിരുന്നു, ആളെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ 5 MFDയുടെ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ് ഇട്ടത്. അത് പുറത്തുകൂടെ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇൻ കേസ് ഭാവിയിൽ നമ്മുടെ കപ്പാസിറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റർ തന്നെ ഡയറക്റ്റ് മാറ്റാവുന്നതാണ്, അതല്ലാതെ സോൾഡറിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം 2 വയർ അതിലൂടെ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ കപ്പാസിറ്റർ കൊടുത്തു, കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ടൈ അടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയിട്ട് ഇതേ സാധനം തന്നെ ഞങ്ങൾ ഔട്ട്ഡോർ പി സി ബോർഡൊക്കെ ഫിറ്റ് ചെയ്തു. രണ്ടാമത് എ സി ഓൺ ആക്കിയപ്പോൾ ഫാൻ ഹൈ സ്പീഡിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറായി. അപ്പോൾ നമ്മളെപ്പോഴും കൂളിംഗ് കുറവാകുമ്പോൾ ഇൻഡോർ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഔട്ട്ഡോർ കൂടി നമ്മൾ എപ്പോഴേലൊക്കെ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഔട്ട്ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്തെങ്കിലും മാറാലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി പടർന്ന് പിടിക്കുന്ന ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടൻസറിമേ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആകുമ്പോഴും നമ്മളുടെ കണ്ടൻസർ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹീറ്റിനെ പുറന്തള്ളാൻ പറ്റില്ല, അപ്പോൾ കംപ്രസർ കൂടുതൽ സമയം വർക്ക് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിലും നമ്മൾ ആ ചെടികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറാല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്, ബ്രഷോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ കണ്ടൻസറിനെ ഹാർഡായിട്ടുള്ള ബ്രഷ് കൊണ്ട് നമ്മളിങ്ങനെ ക്ലീൻ ആക്കാൻ ചെയ്യരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മളെ കോപ്പർ പൈപ്പ് ഞെളുങ്ങാനും അതേപോലെ തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോയാൽ നമുക്കറിയാലോ, പിന്നെ ഗ്യാസൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും, അത് വലിയൊരു എമൗണ്ട് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ബ്രഷ് കൊണ്ടൊക്കെ ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.